ഭാരതത്തിൻ്റെ വീരപുത്രൻ വീരചക്ര ജേതാവായ ലാൻസ് ഹബീദാർ KG ജോർജ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് 95 വയസ്സായിരുന്നു പ്രായം. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അന്ന് യുദ്ധമുഖത്ത് സധൈര്യത്തോടുകൂടി മുന്നേറി അന്ന് യുദ്ധമുഖത്ത് നഷ്ടപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ ബന്ധം പുനഃസ്ഥാപിച്ച് നമ്മളെ ഭാരതത്തിന് വിജയം നേടിക്കൊടുത്തവരിൽ ഒരു പ്രധാന പങ്ക് KG ജോർജ് സാറിനുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നെടുങ്ങാടപ്പള്ളി ഗ്രാമം. ഇവിടാണ് അദ്ദേഹം ജനിച്ചു വളർന്നതും സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയതും ഈ നെടുങ്ങാടപ്പള്ളിയിലായിരുന്നു. നെടുങ്ങാടപ്പള്ളിയുടെ അഭിമാനമായിരുന്നു KG ജോർജ് എന്ന ബേബിച്ചായൻ. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ C രാധാകൃഷ്ണൻ വീരചക്രം നൽകുന്നതിൻ്റെ ദൃശ്യ ഫോട്ടോയാണ് ആ കാണുന്നത്. യുദ്ധത്തിൻ്റെ 50ാം വാർഷികത്തിൽ കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ അദ്ദേഹത്തെ ആദരിക്കുകയും അന്നത്തെ സൈനിക മേധാവികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന ജമ്മു കാശ്മീരിൽ പല സൈനിക താവളങ്ങൾക്കും റോഡുകൾക്കും KG ജോർജ് സാറിൻ്റെ പേര് നൽകുകയുണ്ടായി. എല്ലാവരോടും സൗമ്യനായി നെടുങ്ങാടപ്പള്ളിയിൽ ജീവിച്ചിരുന്ന ബേബിച്ചായൻ ഇനി നെടുങ്ങാടപ്പള്ളിക്കാർക്ക് ഒരോർമ്മ മാത്രമാണ്. ഫോർഡോർസ് വിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കണ്ടത്. ഈ വീരചക്ര ജേതാവിന് നമ്മുടെ കേരളത്തിൽ ആകെ ഉള്ള ഒരു ആദരവ് എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വന്നിറങ്ങിയ സമയത്തുള്ള ഒരു ഫലകം മാത്രമാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തി യുദ്ധമുഖത്ത് പ്രവർത്തിച്ച ഈ വീരജവാന് ഉചിതമായിട്ടുള്ള ഒരു ആദരവ് മരണശേഷമെങ്കിലും നമ്മുടെ സംസ്ഥാനം നൽകണം എന്നൊരു അപേക്ഷ നെടുങ്ങാടപ്പള്ളിക്കാർക്കുണ്ട്. വിവിധ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിനെ പല വേദികളിലും ഉണ്ടായെങ്കിലും എന്നും വരുന്ന തലമുറയ്ക്ക് പ്രചോദനമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിൽക്കത്തക്ക രീതിയിൽ പത്തനംതിട്ട ജില്ലക്കാരനായ ഈ വീരചക്ര ജേതാവ് KG ജോർജ് സാറിന് സർക്കാർ ഉചിതമായിട്ടുള്ള ഒരു ആദരവ് നൽകി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനൊരു ആദരവ് നൽകണം എന്ന് കാണിച്ചുകൊണ്ട് നെടുങ്ങാടപ്പള്ളി നിവാസികൾ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു. ഇനിയെങ്കിലും നമ്മളെ സംസ്ഥാനം ഇതുപോലുള്ള വീര ജേതാക്കളെ ആദരിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ.